Welcome to Sira Basmati Rice Biryani Queen, powered by Willy White Toothpaste. നമ്മുടെ ബിരിയാണി ക്വീൻ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മത്സരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കഴിവുള്ള ആളുകൾ പരസ്പരം പോരാടുന്ന കാര്യമാണ് മത്സരം എന്ന് പറയുക. ഒരു പാചക മത്സരം എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. വ്യത്യസ്തമായ ബിരിയാണികൾ അത് എത്ര നന്നായി ഉണ്ടാക്കാം എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ എപ്പിസോഡ്സ് എല്ലാം തന്നെ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം അത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഓരോ ബിരിയാണിയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് എല്ലാവർക്കും തന്നെ കിട്ടുന്നത്. അപ്പോൾ റീജിയണലായിട്ട് ഇപ്പോൾ കേരളത്തിൻ്റേതായ തനതായ ബിരിയാണി റെസിപ്പീസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആൾക്കാരും തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട് അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് ഈ സീ ഫുഡ് ബിരിയാണീസ് എല്ലാം തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് സീ ഫുഡിൻ്റെ ബിരിയാണീസാണ്. എങ്കിലും ഓരോ സീ ഫുഡ് ബിരിയാണിയും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ട് അവരുടേതായ ചില ഇംപ്രവൈസേഷൻസ് ഒക്കെ ആയിട്ട് കുറേ മാറ്റങ്ങളോടുകൂടി ചിലർ വളരെ ടിപ്പിക്കലായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ റെസിപ്പീസും നല്ലതാണ്. അപ്പോൾ നമ്മുടെ മത്സരം ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ മത്സരമാണ്. പ്രിലിമിനറി റൗണ്ട്സിൻ്റെ തേർഡ് ഗ്രൂപ്പ്, അതായത് 4 കണ്ടസ്റ്റൻസ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം കൃഷ്ണയുമുണ്ട്. അപ്പോൾ കൃഷ്ണയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ല ബിരിയാണി എല്ലാം കഴിച്ച് നമ്മളിങ്ങനെ സന്തോഷിച്ച് യെസ്, ടമ്മി ഈസ് ഫുൾ. അപ്പോൾ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു മത്സരങ്ങൾ. അപ്പോൾ നിങ്ങൾ കാണുക, ആസ്വദിക്കുക. മത്സരം തുടങ്ങാൻ സമയമാകുന്നു. നമ്മുടെ 4 കണ്ടസ്റ്റൻസ് ഇവിടെ റെഡിയാണ്. ഓൾ സെറ്റ് അല്ലേ? തുടങ്ങിയാലോ? ഗെറ്റ് സെറ്റ് ഗോ. യെസ്, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ പേര് ഫിഷും പ്രോൺസും വെച്ചിട്ടുള്ള ഒരു ഫ്യൂഷൻ ബിരിയാണിയാണ്. ഞാനിപ്പോൾ കിസ്മിസും അണ്ടിപ്പരിപ്പും ഞാൻ വറുത്ത് കോരി കുറച്ച് ഗീ ഒഴിക്കും. ഈ പാത്രത്തിന് കുറച്ച് ചൂട് കുറവായത് കാരണം ഞാൻ പാന് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കിസ്മിസ് വറുത്ത് കോരാം. കിസ്മിസായി ഇത് വറുത്ത് കോരാം. സവാള ഫ്രൈ ചെയ്യാനായിട്ട് പാത്രത്തിലേക്കിടാം. ഇത് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് മഞ്ഞൾ പൊടി, ചില്ലി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, ഉപ്പ്, തൈര് ചേർക്കുക, കുറച്ച് നാരങ്ങാനീര്. ഈ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്യും. സവാള ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഇതേ എണ്ണയിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടും ഒരുമിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലാവുമല്ലോ. ഹലോ ബെന്നസ്,
എന്തായി? ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു മുഴുവൻ ഫിഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഗ്യാസ് അടുപ്പ് ഇതുപോലെ അല്ലല്ലോ ഇത്, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരി, അതിൻ്റെ അറിയില്ല. പിന്നെ ഇതൊരു റോയൽ ഫിഷിൻ്റെ ലുക്കൊക്കെ ഉണ്ട് അല്ലേ? ഞാൻ മറ്റേ പോംഫ്രെറ്റാണ് എടുക്കാൻ വിചാരിച്ചത്. വൈറ്റ് പോം അത് കിട്ടിയിട്ടില്ല ഇവിടെ, അതുകൊണ്ട് ഇതാ കൊണ്ട്. ശരിയും പിന്നെ പ്രോൺസ്, അപ്പോൾ എല്ലാം ഉണ്ടല്ലേ? സീ ഫുഡ് എല്ലാം ഇല്ല, പ്രോൺസും മീനും മാത്രം. ബിരിയാണി മറ്റേ തലശ്ശേരി കൈമേൽ തന്നെ അല്ലേ? അതെ അതെ അതെ. ഓക്കെ. മസാല ഉണ്ടാക്കണം ഇനി അല്ലേ? ഇത് കഴിഞ്ഞിട്ട് മസാല ഉണ്ടാക്കണം. നാട്ടിൽ കേറ്ററിംഗ് ഉണ്ടോ? ഞാനത് ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പാഷനാണ്. എല്ലാത്തിനും പോകും. കുക്കിംഗ് കോമ്പറ്റീഷൻസിന് പോകാറുണ്ട്? എല്ലാ കോമ്പറ്റീഷനും പോകാറുണ്ട്, എപ്പോഴും കിട്ടാറുണ്ട്. ആണല്ലേ? നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടത് പിന്നെ ലുലുലുണ്ടായിരുന്നു, അത് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. കഴിഞ്ഞ ആഴ്ചയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. പാട്ട് നന്നായിട്ട് പാടും, കൈയാണ്. അപ്പോൾ ഒരു പാട്ട് പാടണം, ഞങ്ങൾ വരുന്നുണ്ട് പാട്ടൊക്കെ കേൾക്കാനായിട്ട്. കൊഞ്ചനല്ലേ, വളഞ്ഞു പോകും എന്തായാലും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഞാനിത് എടുത്ത് മാറ്റുന്നുണ്ട്. പ്രോൺസ് പൊരിച്ചെടുക്കും. അപ്പോൾ ഞാൻ കൃഷ്ണയെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പാട്ട് നന്നായിട്ട് പാട്ട് പാടും. ആണോ? ഞാനിപ്പോഴും അറിയുന്നേ. ഷീ സിങ്സ്. എങ്ങനത്തെ ടൈപ്പ് പാട്ടാണ്? മൂവി സോങ്സ് അതോ ഹിന്ദി? പഴയ ഓൾഡ് ഹിറ്റ്സ്. ഓക്കെ ഓക്കെ, ഒരു പാട്ട് കുറച്ച് 4 വരി. आपकी नज़रों ने समझा प्यार के काबिल मुझे, दिल की धड़कन ठहर जा, मिल गई मंजिल मुझे, आपकी नज़रों ने समझा. अरे बढ़िया किया आपने, क्या गाना गाया. ടെൻഷനോട് കൂടി പാടിയുണ്ട്. ആ മോഡിന് ഈ പാട്ട് കറക്റ്റാ, ഈ മോഡിന് പാട്ട്. താങ്ക് യു. അടിപൊളി കേട്ടോ. പറഞ്ഞില്ലാതെ അറിയില്ലായിരുന്നു. ചെറിയ മീനൊരു ചെറിയ ജീവൻ വെച്ച പോലെ കേട്ടോ. പാട്ട് ചെമ്മീനൊക്കെ ഇങ്ങനെ ചാടി മസാലയിൽ അപ്പോൾ ഒരു മൂഡൊന്ന് ലൈറ്റ് ഉണ്ടായില്ല, ആ ഒരു ടെൻഷൻ മാറിയില്ലേ? ഇപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പാടാട്ടോ, റിലാക്സ്. പാട്ട് പാടി വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, ഇത് ഞാൻ കോരി മാറ്റാം. ഇതേ എണ്ണയിലേക്ക് സവാള ചേർക്കാം. ഈ സവാളയുടെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഉള്ളി കുറച്ച് കുക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി. ഈ പ്രോൺസ് കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കണം. ഇത് ഫ്യൂഷൻ ബിരിയാണി എന്നാണല്ലോ പേര്, അതുകൊണ്ട് തന്നെ ഈ ഫിഷ് ഞാൻ പൊരിച്ച് വെച്ചത് ഇതിലേക്ക് അത് മുറിച്ചെടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മുള്ളൊക്കെ എടുത്ത് മാറ്റാം. ഫ്രൈ ചെയ്ത പ്രോൺസ് ചേർക്കാം. നമ്മളെ തലശ്ശേരി ബിരിയാണീൻ്റെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ തൈര് വയ്ക്കാം, മല്ലി ചേർക്കാം. അങ്ങനെ നമ്മളെ തലശ്ശേരി ബിരിയാണിയുടെ മസാല റെഡിയായി. ചോറുണ്ടാക്കാനായിട്ട് കുക്കർ യൂസ് ചെയ്യാം, അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരും. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഗീ ചേർക്കാം. ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഇതായി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാം. ഈ വെള്ളം തിളക്കുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യാം. അരി ഇതിലേക്ക് ഇടാം. ഇനി കുക്കറൊന്ന് അടിച്ച് വേവിക്കാം. ദം ചെയ്യാനായി നമുക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതിൽ മല്ലി, കുറച്ച് ഗരം മസാലപ്പൊടി. ഈ മസാല കുറച്ച് ഭാഗം ഈ ദം ചെയ്യാനായി ഇതിലേക്ക് മാറ്റാം. നമുക്ക് മേലയിലുള്ള ചോറ് കുറച്ചിടാം. കുറച്ച് മല്ലിയില, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്. ഇനി അടച്ച് വെക്കാം.
കുറച്ച് സമയം ദമ്മായിട്ട് നമുക്ക് ദമ്മ് മാറ്റിയിട്ട് സെറ്റ് ചെയ്യാം. എൻ്റെ പേര് ജുബിന ജുനൈദ്. ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ദം ബിരിയാണിയാണ്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. നമുക്ക് നമ്മുടെ കൊഞ്ച് മാഗ്നേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 4 ടീസ്പൂൺ മുളക് പൊടി ഇടണം, 2.5 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കത് മാഗ്നേറ്റ് ചെയ്യാം. കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മളിപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൊഞ്ച് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഇതിൽ നിന്ന് കുറച്ച് ഈ കൊഞ്ചിൻ്റെ തന്നെ എസൻസ് വാട്ടർ പുറത്തേക്ക് വരും. നമ്മളത് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഗ്രേവി നമുക്ക് പിന്നീട് മസാല ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. ചെമ്മീൻ്റെ ഗ്രേവി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യേണ്ട സവാള ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സവാള ഒന്നുകൂടെ പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഇവിടെ എന്ത് സ്റ്റൈലാണ് ഇത്? തലശ്ശേരി ടൈപ്പാ. ഈ റൗണ്ട് കംപ്ലീറ്റ് തലശ്ശേരി കേട്ടോ. പിന്നെ എൻ്റെതായ രീതിയിൽ ഞാൻ വീട്ടിൽ മാറ്റങ്ങളൊക്കെ വരുത്തി. യുവർ ഓൺ മസാലാസ് അല്ലേ? മസാലാസ് മിക്സിങ്. ഓക്കെ, ജുബിന ഫ്രം കൊല്ലമാണ്. കൊല്ലമാണെങ്കിലും തലശ്ശേരി സ്റ്റൈലാണ് ചെയ്യണത്. ഓക്കെ, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണോ ബിരിയാണിയും? സ്ഥിരമായിട്ട് ചെയ്യാറില്ല. പാഷനാണ്, കുക്കിംഗ് പാഷനാണ്. എങ്കിലും കുഞ്ഞ് ബേബി ഉണ്ടായതുകൊണ്ട് ചെയ്യൽ അങ്ങനെ പറ്റാറില്ല. എത്ര പ്രായമായി കുഞ്ഞിനെ? ബേബിക്ക് 1 വയസ്സ് കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ വീട്ടിലല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. റിയൽ ഹൗസ് കൊല്ലത്താണ്. കല്യാണം കഴിഞ്ഞ് താമസിക്കുന്നത് കൊല്ലത്താണ്. ഓക്കെ, അവിടെ തന്നെയാണ്. കൊല്ലം പിന്നെ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും തിരിച്ചു പോകാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നന്നായി ചെയ്യൂ. താങ്ക് യു മാം. നമ്മുടെ സവാള ഇപ്പോൾ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി നമുക്കിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെയിം പാനിലേക്ക് തന്നെ നമ്മുടെ പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പരിപ്പ് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയും പരിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. അപ്പോൾ സവാള ഫ്രൈ ചെയ്തതിൽ നിന്നും നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിലേക്ക് സവാള ആഡ് ചെയ്യാം. സവാള ചെറുതായി വാടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്യാം. ഇഞ്ചി 2 സ്പൂണ്, വെളുത്തുള്ളി 2 സ്പൂണ്, 5 വലിയ പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. മസാലയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് വാടാനായിട്ട് സഹായിക്കും. നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഇട്ടാൽ മതിയാവും. 1/4 ടീസ്പൂണിനകത്ത്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ബിരിയാണി മസാല 1 സ്പൂൺ മതി. 1 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കാം. 2 തക്കാളി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം.
അരപ്പിടി പുതിനയില കൂടെ, 3 സ്പൂൺ കർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോൺസിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുക്കാൽ ഭാഗം സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജുബിന എന്താ ഏത് സ്റ്റേജ് എത്തി? മസാല ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇനി വറുത്ത് കഴിഞ്ഞോ? ഇല്ല, വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെമ്മീൻ ഇട്ടോട്ടെ. ഇട്ടുള്ളൂ. അപ്പൊ റൈസിന്റെ പാർട്ട് എന്തായി? വേവിച്ചോ? ഇല്ല, സമയം എടുക്കും. ഓക്കെ, അതല്ല, ഈ പാനിൽ തന്നെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഇതിൽ തന്നെ ഈ മസാല ഇട്ട് കുഴപ്പമില്ല, ഇടാന്ന്. നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചെമ്മീനാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാല ആഡ് ചെയ്യാം. നമുക്കൊരു 3 സ്പൂൺ നാരങ്ങാനീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് വെക്കാം. അപ്പോൾ നമുക്ക് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ. ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജാതിപത്രി എല്ലാം ഈ ഓയിലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്യാം. കുറച്ച് ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ മസാല ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചതാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കൈമ റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആ വെള്ളം വറ്റും വരെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡിയാവും. നമ്മുടെ ചോറ് റെഡിയായി. നമുക്ക് ദം ഇടാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മസാല ഈ താഴ്ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നിരത്തി വെച്ച് കൊടുക്കാം. കുറച്ച് റൈസ്, കുറച്ചധികം മല്ലിയില ഇടുന്നത് ചോറിന് നല്ല ടേസ്റ്റ് കൊടുക്കും. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള, പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ദം ചെയ്താൽ നമുക്കത് സെർവ് ചെയ്യാം. ഫെമി മുനീർ ഫ്രം കണ്ണൂർ. ഞാനിന്ന് മലബാർ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതും തലശ്ശേരി സ്റ്റൈലിലുള്ള ബിരിയാണി, ട്രഡീഷണൽ അയക്കൂറ ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഫിഷ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. പാന് ചൂടായാൽ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്.
ഫിഷ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫിഷിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ 3 സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് വെള്ള കസ്കസ്, ഒരു 4-5 കാഷ്യൂ നട്ട്സ്, പിന്നെ കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടെ ചേർത്തിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായി അരിഞ്ഞു വെച്ചതാണിത്. ഇതിലേക്ക് നമ്മൾ ഒരു പീസ് ഫിഷ് മാരിനേറ്റ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മസാലയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് 2 വിസിൽ അടിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ലെമൺ ജ്യൂസ്, ഒരു നാരങ്ങയുടെ നീര് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള മല്ലിയില കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാല തയ്യാറായി. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഈ ഉള്ളി ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും ഗീയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഫെമി ഫ്രം കണ്ണൂർ. ചിരി കൊടുക്കാം. നല്ല ചേച്ചി ആദ്യം തന്നെ ആ ചിരി കയറി പിടിച്ചു. ശരിക്കും കൃഷ്ണയ്ക്ക് തോന്നുന്നില്ലേ? അവിടെ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. മുഖത്തെപ്പോഴും നല്ലൊരു ചിരിയാട്ടോ. ഇഷ്ടമായി. ഓക്കെ, ഞാൻ അയക്കൂറ വെച്ചിട്ടുള്ള ബിരിയാണി ഇന്ന് ഉണ്ടാക്കുന്നത്. അതിൽ മസാല തയ്യാറാക്കി കഴിഞ്ഞു. ഓക്കെ, ഇതിലേക്ക് 1 പീസ് ഫിഷ് അതുപോലെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പീസ് ഫിഷ് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചോറുണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഓണിയൻസ് എല്ലാം ഫ്രൈ ചെയ്ത് വെച്ച്. ഹോം ബേക്കർ ആണോ അതോ ഹോം ഷെഫാണ്. ഹോം ഷെഫ് തോന്നി. ഞാൻ ബിരിയാണിയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ദം സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ. ശരിയാണ്, നിങ്ങളുടെ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ട് അല്ലേ ദം സ്റ്റാർസിലെ ഒരു മെമ്പർ. 9 പേര് കൂടിയിട്ട് ഒരു ചെറിയൊരു സംരംഭം വീട്ടിൽ തന്നെ ഉണ്ടാക്കും അതോ വേറെ? വീട്ടിൽ തന്നെ. അപ്പൊ നിങ്ങൾ ഈ 9 പേരും കൂടി ചേർന്നാകുമ്പോ അവരവരെ ഏരിയയിൽ നിന്ന് അവരവരുണ്ടാക്കും. അങ്ങനെയാണല്ലേ? അല്ലാതെ ഒരാള് ഇപ്പൊ 6 മാസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചിട്ട് അപ്പൊ 9 പേര് ഓർഡേഴ്സ് അനുസരിച്ചല്ലേ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ ചെയ്യും? ഓ, അങ്ങനെ. ഈ 9 പേര് അങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കും. ഒരു ഗ്രൂപ്പാണോ നിങ്ങൾ? നമ്മളതൊരു കോമ്പറ്റീഷന് പോയിട്ട് അതിന്റെ ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയും. നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ അങ്ങനെ പോകുന്നു. അപ്പൊ നിങ്ങൾ പ്രോഫിറ്റ് ഷെയറിംഗ് എല്ലാം എങ്ങനെയാണ്? അവരവരുടെ വർക്കിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് പറഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ അല്ലേ? എന്തൊക്കെ ഐഡിയാസ്. നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി ചോറ് റെഡിയാക്കാം. നമ്മൾ ഉള്ളി പൊരിച്ച ഓയിലും വെളിച്ചെണ്ണയും ഗീയും അതിലേക്ക് നമ്മൾ കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ഗ്രാമ്പു, 2 പീസ് ബേ ലീവ്സ്, ഒരു ചെറിയ കഷ്ണം സിനമൺ. കഴുകി മാറ്റി വെച്ച നമ്മുടെ ജീരകശാല റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരി ഒന്ന് വറുത്തിട്ടാണ് നമ്മൾ ഈ ചോറ് വെക്കുന്നത്. നന്നായിട്ടൊന്ന് നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച വെള്ളം
ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചോറ് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. വാഴയുടെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച മസാല നമുക്കിതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ തലശ്ശേരി സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ മസാലയും റൈസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. നമ്മളിത് മിക്സ് ചെയ്യുന്നില്ല. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഇവിടെ ഏതാണ്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നല്ലോ. ഞാൻ ദം ചെയ്യാൻ വെച്ച് ദം ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. ഫാസ്റ്റ്. ഇനി ഒരു സാലഡ് ഉണ്ടാക്കുന്നു. പൈനാപ്പിൾ, ആപ്പിള് പിന്നെ ഓണിയൻ, യോഗേർട്ട്, ആപ്പിൾ സിഡർ വിനേഗർ ചേർത്തിട്ട് ഒരു സാലഡ്, പിന്നെ ഒരു പച്ചമാങ്ങ ചട്നി ഉണ്ടാക്കി. ഇത് സാധാരണ കൊടുക്കുന്നതാണോ ഇതൊക്കെ? അതെ. ഈ ബിരിയാണിയുടെ കൂടെ അല്ലേ? അപ്പോൾ റെഡിയായി. ഒരു 10 മിനിറ്റ് ദം ചെയ്ത്. ഇതിൽ ദം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഇല്ല കുഴപ്പമില്ല. ഞാൻ അതിനടിയിൽ ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ട്. ഓ, അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ചെയ്യാം. ബുദ്ധി ഉണ്ടല്ലേ? കറക്റ്റ്. യെസ്, നൈസ്. എൻ്റെ പേര് ഷബാന ഫാറൂഖ്. ഞാൻ മാഹിയിൽ നിന്ന് വരുന്നതാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒതൻറ്റിക് സീ ഫുഡ് ബിരിയാണി. അതിന് വേണ്ട ചേരുവകൾ കൂന്തൽ, കൊഞ്ചൻ, ഞണ്ട്. ആദ്യം ഞങ്ങൾ ഈ ഫിഷൊക്കെ ഇത് വേറെ വേറെ വരക്കി വെക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. 10 മിനിറ്റ് പരക്കി വെക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് പൊരിക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുക. ഈ പെരക്കി വെച്ച മീനുകളെല്ലാം വേറെ വേറെ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നെയ്ന്ന് കോരി വെക്കുക. ഇതിലേക്ക് തന്നെ പ്രോൺസും ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഓയിലിട്ട് രണ്ടും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ പൊരിച്ച തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ഉള്ളി ഇടുക. നല്ലോണം വഴറ്റിയെടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഇതിന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി ചതച്ചതാണ്. അതിൻ്റെ പച്ചമണം പോകുന്നത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇത് 3 ടീസ്പൂൺ. പച്ചമുളക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നന്നായി ഇതിൻ്റെ പച്ചമണം പോകുന്നതിന് നന്നായി വഴറ്റുക. ഇതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത തക്കാളി ചേർക്കും. തക്കാളി നല്ലോണം ഇരുന്ന് ഉടഞ്ഞ് നല്ല ഇതായി വരണം, വരണ്ട് വരണം. കുറച്ച് തൈര്, 2 ടീസ്പൂൺ തൈര്, ഗരം മസാല. ഇതിലേക്ക് ഈ പൊരിച്ചു വെച്ച സീ ഫുഡ് ഇതിലേക്ക് ചേർക്കും. കൂന്തൽ, കൊഞ്ചൻ, ക്രാബ്. നല്ലോണം മസാലയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കും. ഈ മീനുകളിൽ ഈ മസാല നല്ലോണം പിടിക്കണം ഇതിലേക്ക്. ഇനി ഇതിനൊരു 5 മിനിറ്റ് നന്നായി മൂടി വെച്ച് വേവിക്കും. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഉള്ളി വറുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിക്കും. ഇതിലേക്ക് കുറച്ച് അരപ്പിച്ച് ഇതിലേക്ക് ഓൾ സ്പൈസസ് ചേർക്കും. കിസ്മിസ് അണ്ടിപ്പരിപ്പ് വറുത്ത് വരും. ഈ ഓയിലിൽ തന്നെ ഇതിലേക്ക് ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് വറുത്ത് വരും. ഉള്ളി നന്നായി വറുത്ത് വരും. നല്ല ചുവപ്പ് നിറമായിട്ട് വറുത്ത് വരെടുക്കണം. അപ്പോൾ ഷബാന, എന്ത് ബിരിയാണിയാണ്? ഞാൻ സീ ഫുഡ് ബിരിയാണി ഉദ്ദേശിച്ചത്. സീ ഫുഡ് എല്ലാം ഉണ്ട്. കല്ലുമ്മക്ക ഇല്ല,
അതൊഴിച്ച് മസാല വറ്റല. ആയിട്ടില്ല. ചോറ് വെച്ചിട്ട് കൂന്തലും കൂന്തല്, കൊഞ്ചൻ, കൊഞ്ച്, ഞണ്ട്. ഞണ്ട്. ഓക്കെ. അത് ടേസ്റ്റ് വൈസ് നിങ്ങളുടെ മാഹി സ്റ്റൈലാണോ അവിടുത്തെ? ഞങ്ങൾ തലശ്ശേരി സ്റ്റൈൽ തലശ്ശേരി ഒതന്റിക് style, ആയിട്ടുള്ളത്. authentic. അതിലൊരു മാറ്റമൊന്നുമില്ല, ഒതന്റിക് ആയിട്ട്. ഒത്തന്റിക് ആയിട്ട് കൈമ അവിടുന്ന് കൊണ്ടുവന്നു അല്ലേ? കൈമങ്ങളുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇതാണല്ലേ കേറ്ററിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. കാറ്ററിംഗ് ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ. ഹോം ബേക്കറാണോ? അല്ല ബേക്കറല്ല, അല്ല, cooking തന്നെ. എത്ര പേര് വരെ ചെയ്യും? ഞാൻ 15 കിലോ അരി വരെ വെച്ചിട്ടുണ്ട്. ആ ഓ, മിടുക്കി. വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥ ഈ അടുപ്പായോണ്ട് ഒരു പേടിയുണ്ട്. ഒറ്റ തമ്മിലല്ലേ? അതെ അതെ, ഒറ്റ തമ്മിൽ വെച്ചിട്ടുണ്ട്. എത്ര പ്ലേറ്റ് കിട്ടും ഏകദേശം? 1 കിലോ എന്ന് എത്ര പേര് കഴിക്കാൻ പറ്റും? 1 കിലോ എന്ന് പറയുന്നത് ഞാൻ 6 ഉദ്ദേശിക്കുന്നത്. 6 അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പൊ സ്ഥിരം ഓർഡേഴ്സ് എടുക്കുന്നത് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബിരിയാണി ഫേമസ് ആണ്. എൻ്റെ കുറച്ച് കസ്റ്റമർ ഉണ്ട്. ആ കസ്റ്റമർക്ക് ചിക്കനാണോ മട്ടനാണോ ബീഫാണോ? കൂടുതൽ ഡിമാൻഡ് യുവർ ബിരിയാണീസ്? മീന്, മട്ടൻ, ഫിഷ്, ഫിഷ് ഒക്കെ. ഒക്കെ ചെയ്യും. കൂടുതൽ ചിക്കനാണ് പോകുന്നത്. ഓക്കെ. അത് മാത്രമേ ഉള്ളൂ ബിരിയാണീസ്? എല്ലാം ചെയ്യുന്നുണ്ട്. ഡെസേർട്ട് പറഞ്ഞാലെല്ലാം ചെയ്യും. പിന്നെ ബട്ടർ ചിക്കന്, പിന്നെ എല്ലാ റൊട്ടികളും, റൊട്ടി, മുട്ടസിർക്ക. കുറച്ച് കസ്റ്റമർ ഉണ്ട് എനിക്ക്, അവർക്ക് ഞാൻ ചെയ്തു. ഓക്കെ. മാഹിക്കാർ കുറെ നല്ല തലശ്ശേരി പറഞ്ഞ പോലെ തന്നെ മാഹിയും ഒക്കെ ഭയങ്കര. എൻ്റെ ജഡ്ജസ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും തന്നെയാണ്. നടക്കട്ടെ. ഓക്കെ. ഉള്ളി നന്നായി വഴന്നു വരുന്നുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിന് 4.5 ഗ്ലാസ് വെള്ളം ഒഴിക്കും. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ കഴുകി വെച്ച ജീരകശാല അരി ഇതിലേക്ക് ചേർക്കും. ഇത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കും. ഈ മസാല അടുപ്പത്ത് വെച്ച് ഇതിനൊരു 10 മിനിറ്റ് നല്ല ഈ മീനിലൊക്കെ ഈ മസാലകൾ നല്ലോണം വറ്റി വരണ്ട് വരണം. മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിക്കുക. ഈ ഉള്ളിയൊക്കെ നല്ലോണം ഈ മീനിൻ്റെ മേലെ നല്ല വറ്റി വരണ്ട് വരണം കേട്ടോ. ഞണ്ടിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ ഞണ്ടിനെ ഇന്ന് മാറ്റി വെച്ച് ഇതിൻ്റെ ഇറച്ചി ഈ മസാലയിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ മസാലേൻ്റെ ടേസ്റ്റ് നല്ലോണം ഇതിലേക്ക് പിടിക്കും. ഇതിൽ കുറച്ചൊരു കുരുമുളക്, മല്ലിയില. മസാല റെഡി ആയിട്ടുണ്ട്. ഈ പൊരിച്ച് വെച്ച ഉള്ളി കുറച്ച് ഈ മസാലേൻ്റെ മേലെ വിതറും. എന്നിട്ട് അടിച്ചു. മസാല റെഡി ആയിട്ടുണ്ട്. ഈ ചോറ് ദമ്മിടാൻ വേണ്ടി ഇതിൻ്റെ അടിയിലൊരു തവ വെച്ചിട്ട് ചൂടാക്കുക. ഒന്ന് ചൂടാക്കിയ ശേഷം ചൂടാക്കി എടുക്കുക. മസാലയൊക്കെ ഇതിൻ്റെ മേലെ മീനിൻ്റെ മേലെ നല്ലോണം ഇതായി നിന്നിട്ട് അത് ദമ്മിടെ ഇതിലേക്ക് പോവാം. ആദ്യം കുറച്ച് ചോറ്, പിന്നെ കുറച്ച് ഉള്ളി പൊരിച്ചതും മല്ലിയില ചേർക്കുക. ദമ്മിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അപ്പൊ ദമ്മിട്ടു. ഇനി ഹാഫ് ചോറ് കൂടി ഇടാനുണ്ട് ഇതിൻ്റെ മേലെ. അപ്പൊ 2 ആൾക്കാർ റെഡിയായി. ഓക്കെ. റൈസിന്റെ വേഗമെല്ലാം കറക്റ്റ് ആണോ? കറക്റ്റാണ്. കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. കാരണം അടുപ്പായോണ്ട് ഞാൻ കുക്കർ എടുത്തതാണ്. അതാ ഞാൻ ചോദിച്ചത്, കുക്കറിലായതുകൊണ്ട് ഓവർ കുക്ക് ആണോ എന്ന് അറിയാൻ. ഇല്ല. ഓക്കെ. കുറച്ച് ചെറുനാരങ്ങയിൽ മഞ്ഞൾ കലക്കുന്നത്, പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസും അതിൻ്റെ മേലെ ഇടാം. നമ്മുടെ സ്വാദിഷ്ടമായ ഒതൻറ്റിക് സീ ഫുഡ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറ് ദമ്മായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് റൈസിനെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ തലശ്ശേരി ഒതൻറ്റിക് ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ മസാല വേറെ ചോറ് വേറെ ആയിട്ടാണ് ഞങ്ങൾ വിളമ്പാറുള്ളത്. അപ്പോൾ ഇതിന്ന് ചോറ് ഫുള്ളായിട്ട് ഇതിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല സീ ഫുഡ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്.
കണ്ടസ്റ്റൻസ് 4 പേരും റെഡി. ഓരോരുത്തരെ വിളിക്കാം. യെസ്, തുടങ്ങാം. ആദ്യത്തെ ആളെ ബനാസീർ ബനാസീർ. നൗഷാദ്. നമ്മുടെ അയ്യേ, ഗംഭീരമായ ഒരു പ്രസന്റേഷനോടുകൂടി വരുന്നു. റോയൽ ലുക്ക് വേണമെന്ന് പറഞ്ഞല്ലോ അല്ലേ, ഫിഷിന്റെ അത് അല്ലേ? അങ്ങനെ നല്ല രസകരമായ, എന്താ പറയുക, മധുരമുള്ള പാട്ടായിരുന്നു. രസകരമായിട്ട് പാടി നമ്മളെ നല്ല രസമായിട്ടല്ലേ Energy level കേട്ടുകൊണ്ടിരുന്നവർക്ക് കൂടിയാണ്. സന്തോഷമായി കാണും. അത് പിന്നെ ഉറപ്പല്ലേ, ടെൻഷനായിരുന്നു. ആ ടെൻഷനൊന്നും അറിയുന്നില്ലായിരുന്നു. സന്തോഷമേ ഉള്ളൂ. ഹാപ്പി ആണല്ലോ അല്ലേ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ടിൽ? ഹാപ്പി. ഫുൾ ഫിഷ് ഫിഷ് കാണാനൊക്കെ നല്ല പ്രസന്റേഷൻ ഈസ് ഗുഡ്. ഇത് മീൻ മാത്രമല്ലേ ഉള്ളൂ, ഇതിൽ സീ ഫുഡ് വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? മീൻ കൊഞ്ചുണ്ട്, പ്രോൺസും ഉണ്ട്. പ്രോൺസ് ആൻഡ് നൈസ്. കൊള്ളാം. കൊള്ളാം, നന്നായിട്ട്. ഫിഷ് നന്നായിട്ട്. നല്ല ഫ്രഷ്. നിങ്ങൾ ഹാപ്പി ആയിരുന്നല്ലേ ഈ സീ ഫുഡ് കിട്ടിയ സാധനങ്ങളൊക്കെ? നല്ല ഫ്രഷ് അല്ലേ? അതെ അതെ, സന്തോഷം. ആ അതെല്ലാം ഹാപ്പിയാണ്, പറഞ്ഞ പോലെ നല്ല കിട്ടിയിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റി. അതിലൊരു പിന്നെ സന്തോഷമുണ്ട്. അതൊരു വലിയൊരു കാര്യമായിരുന്നു, കാരണം ഞങ്ങൾ ദൂരത്തുനിന്ന് വരുന്നതല്ലേ, അതെ, തീർച്ചയായും. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ, ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് വന്നത്. പക്ഷെങ്കിൽ അതൊക്കെ ഹാപ്പി ആയിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റിയതിൽ ഒരു വലിയ ഞങ്ങൾക്ക് താങ്ക്സ്. സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷം. ഓക്കെ, ഓ അത് നന്നായിട്ടുണ്ട്. ഓക്കെ, ഒരുമിച്ച് വരണമായിരുന്നു. ഒരുമിച്ച് വരാനുള്ള ഒരുമിച്ച് വരാനുള്ള അത് സാരമില്ല, ഇറ്റ്സ് ഓക്കെ. അത് പ്രസൻറ്റേഷനിൽ നമ്മൾ കണ്ടല്ലോ. ഓക്കെ, നല്ല ഭംഗിയായിട്ട് പ്രോൺസിനെയൊക്കെ കമ്പിൽ കോർത്ത് പ്രോൺസ് റെഡി ആയി വന്നിട്ടുണ്ട്. ഓക്കെ, നൈസ് നൈസ്. യെസ്, താങ്ക് യു. ഇനി അടുത്ത ആളെ വിളിക്കാം. ഓക്കെ, ദ സെക്കൻഡ് പേഴ്സൺ. ഷബാന ഫറൂഖ്. യെസ്, ഫ്രം മാഹി. ഇതിപ്പോ മസാല റൈസ് ഒരു ഭാഗത്തുണ്ട് അല്ലേ? ബാക്കി rice അടിയിൽ ഇത് മേലെ മസാല ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തത്. വെച്ചിരിക്കുന്നത് അല്ലേ? ഞണ്ടിന്റെ ഇറച്ചി ഞാൻ ഈ മസാലയിൽ ചേർത്തിട്ടുണ്ട്. രണ്ടിന്റെ ഇറച്ചി എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഏത് ഭാഗത്ത് ഇവിടെ നിന്ന് പിടിച്ചാൽ മതി അല്ലേ? മസാലയാണ് മെയിൻ എൻ്റെ മസാല അത് ഒരു നാസി പടാങ്ങിന്റെ ഫീലിംഗ്. അതിലിപ്പോ ഇതിനകത്തുള്ളത് പ്രോൺസും കൂന്തലും എല്ലാം കൈ കിട്ടിയില്ല. ഒതന്റിക് തലശ്ശേരി ഞങ്ങൾ കല്യാണ വീട്ടിലൊക്കെ ചെയ്യുന്നില്ലേ, ആ ഒരു രീതിയിൽ ചെയ്തതാണ്. തലശ്ശേരിയിലല്ലേ? തലശ്ശേരിയിൽ വെരി നൈസ്, വെരി നൈസ്. ചേച്ചി പറഞ്ഞ കറക്റ്റാ. താങ്ക് യു. ആ അച്ചാർ ഞാൻ ഇട്ടത് കേട്ടോ, അച്ചാർ ഞാൻ ചെയ്ത വീട്ടിൽ നിന്ന് അച്ചാറിൻ്റെ ഇത് ചെയ്യുന്നുണ്ട് അല്ലേ? ആ, ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. എക്സലൻറ്റ്. നല്ല വെരി ടിപ്പിക്കൽ, നല്ല ട്രഡീഷണൽ, നിങ്ങളുടെ തന്നെ ഒത്തൻറ്റിക് ടേസ്റ്റ്. താങ്ക് യു മാം. അച്ചാർ എല്ലാവരും ചോദിച്ച് ഇങ്ങോട്ട് വരുന്നു, ഞാൻ നിർത്തിയതാണ്. പിന്നെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഗരം മസാലപ്പൊടി ഞാൻ തന്നെ പൊടിച്ചിട്ട് ചെയ്യുന്നു, അതും സെയിൽ ചെയ്യുന്നുണ്ട്. ഗരം മസാല, ഗരം മസാല സെയിലുണ്ട്, പിക്കിൾ സെയിലുണ്ട്, പ്ലസ് മീറ്റ് മസാല ചെയ്യുന്നുണ്ട്, പ്ലസ് ബിരിയാണിയുടെ ഒക്കെ അച്ചാറ് വേറെ ലെവൽ കേട്ടോ. അയ്യോ രക്ഷയില്ല കേട്ടോ അച്ചാറൊക്കെ. എങ്ങനെ ഓർഡർ ചെയ്യും ദൂരെയുള്ളവർ?
താങ്ക്സ് മാം. അത്ര മതി, കേട്ടത് മതി. ഭയങ്കര ഗംഭീരായിരിക്കണോ? താങ്ക് യു. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു. അതെ, താങ്ക് യു മാം. വെരി നൈസ്. അതാ അതിന് രണ്ടിൻ്റെ ഇറച്ചിയൊക്കെയാണ് ആ മസാലയിൽ. നന്നായിട്ട് ആ ഫ്ലേവർ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് എല്ലാം. ചേച്ചി 3 സ്പൂണൊക്കെ എടുക്കുന്ന വളരെ അപൂർവമാണ്. കുക്കറിൽ വെക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞോണ്ടാണ് ഇത്. അല്ലല്ല, കുക്കറിൽ വെക്കുമ്പോൾ ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. കഴിക്കാനുണ്ട്. നെക്സ്റ്റ് ജുബിന ജുനൈദ്, കൊല്ലം. ജുബിനയുടെ ഒരു പാഷൻ അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാര്യം ഒരു വയസ്സായ കുഞ്ഞും അല്ലേ, ഹസ്ബൻഡും അമ്മയും എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ ലേറ്റ് ആയിട്ടാണെങ്കിലും അത്രയും ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കുറച്ച് വെപ്രാളമായിപ്പോയി. വെപ്രാളമായിപ്പോയി. ഓക്കെ. ഇതിപ്പോൾ തലശ്ശേരി സ്റ്റൈലിൽ ചെയ്തതാണ്. അതെ. എന്തായിരുന്നു? പ്രോൺസ് കുറച്ച് എൻ്റെതായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രോൺസ് ഫ്രൈ ചെയ്യാതെ ആദ്യം നമ്മളത് വേവിക്കുന്ന മസാല വരട്ടി വേവിക്കുന്ന വെള്ളം കുറച്ച് മാറ്റി വെച്ച് ലാസ്റ്റ് സ്റ്റോക്കാക്കി അതിലാണ് ഒഴിച്ചത് ചോറ്. ഓക്കെ. ഉള്ളിയൊക്കെ വറുത്ത് അല്ലേ? ഇറ്റ്സ് നൈസ്, ഗുഡ്, നല്ല ഗുഡ് എഫേർട്ട്. താങ്ക് യു. കുറച്ച് സമയം എടുത്തെങ്കിലും അല്ലേ, കുറച്ച് പാത്രത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു. പാത്രത്തിൽ പ്രോൺസ് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ വെള്ളത്തിൽ തന്നെ കുറച്ച് വേവിച്ചിട്ടാ. ഫ്ലേവർ ഉണ്ട്. ഫ്ലേവർ ഇസ് ദാറ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് ആളിനെ വിളിക്കാം. ഫെമി മുനീർ. ഒരു കൈസഹായം വേണ്ടി വരും. എങ്ങനെയുണ്ട് ഫൈനൽ റിസൾട്ട്? വളരെ ഹാപ്പി ആയോ? വിചാരിച്ച പോലെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ രണ്ടാൾക്കാർ ഫാസ്റ്റായിട്ട് ചെയ്തു, വളരെ പെർഫെക്റ്റ് ആയിട്ട് സമയം പറഞ്ഞനുസരിച്ചിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് അതിൽ കാണാമായിരുന്നു രണ്ടാൾക്കാർ. അത് ഇത് ഭംഗിയായിട്ട്. ഇത് അയക്കൂറ അല്ലേ? ഫിഷ് മാത്രമല്ലേ ഉള്ളൂ? ഫിഷ് മാത്രം, ടിപ്പിക്കൽ തലശ്ശേരി സ്റ്റൈലിൽ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ചട്നി ഉണ്ട് അല്ലേ? പച്ചമാങ്ങ ചട്നി. പച്ചമാങ്ങ. ഓ, സംതിങ് ന്യൂ. പിന്നെ സ്പെഷ്യൽ ബിരിയാണി പിക്കിൾ. അതെന്താ സ്പെഷ്യൽ അതിൽ? അത് ഡേറ്റ്സ്, ബീട്രൂട്ട് അതൊക്കെ ചേർത്തിട്ടുള്ള. ഇതിലിപ്പോൾ മസാല റൈസ് ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. റൈസ് ഒരു ഭാഗത്ത്, മസാല ഒരു ഭാഗത്ത്. മസാല പുരണ്ട റൈസ് ഉണ്ട് അല്ലേ ഒരു സൈഡിൽ. നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്തപ്പോൾ തന്നെ അതേ കണ്ടില്ലേ? യെസ് കൃഷ്ണ. ഒരു മസാലയും റൈസും പീസും. ഓക്കെ. സൂപ്പർ. പൈനാപ്പിളും ആപ്പിളെല്ലാം ഇട്ടൊരു സാലഡ്. ആപ്പിൾ സിഡർ വിനെഗർ ആൻഡ് യോഗട്ട്. മാങ്ങാ ചമ്മന്തി അല്ലേ? ബിരിയാണിക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. പുതിനയൊക്കെ ഉണ്ട്. കുറച്ച് പുതിന, വെരി നൈസ്. കൊറിയാണ്ടർ ലീവ്സ്. നന്നായിട്ടുണ്ട്. തേങ്ങ ഇടാണ്ട് വെറും പച്ചമാങ്ങ മാത്രം ഇട്ട്.
എക്സലൻറ്റ്. പച്ചമാങ്ങ ചമ്മന്തി ഹൈലൈറ്റ്. എന്തൊക്കെയുള്ളത് അതിൽ? പച്ചമാങ്ങ, ഗാർലിക്ക്, പുതിന, കൊറിയാണ്ടർ ലീവ്സ്, കറി ലീവ്സ്, പിന്നെ സോൾട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓക്കെ. ഇത് ആപ്പിൾ സിഡർ വിനെഗർ, യോഗട്ട്. ആപ്പിൾ സിഡർ വിനെഗർ അതിൽ ചേർത്തിട്ടുണ്ട്. അതിൽ ചേർത്തിട്ടുണ്ട്. അത് സ്പെഷ്യൽ ഫ്ലേവർ. അതിൽ പൈനാപ്പിൾ, ആപ്പിൾ, ഉള്ളി, ഉള്ളി, പിന്നെ യോഗട്ട്, യോഗട്ട് ആൻഡ് ആപ്പിൾ സിഡർ വിനെഗർ. ഗുഡ്, നൈസ്. അത് നല്ലത്. ഇതൊക്കെ എടുത്തു പറയാനായിട്ട് ഈ രണ്ട് കാര്യങ്ങളും, അച്ചാറും ആ ചമ്മന്തി വീണ്ടും കഴിക്കാം. ചമ്മന്തി സൂപ്പർ. പുതിന വിത്ത്, ഓ അത് ഇതാണ് കോംബോ. അടിപൊളി. അപ്പോൾ നമ്മൾ ടേസ്റ്റിംഗ് റൗണ്ട് എല്ലാം കഴിഞ്ഞു. നിങ്ങളുടെ ബിരിയാണിയൊക്കെ സ്വാദ് നോക്കി ഭയങ്കര സന്തോഷമുണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെയാണ് എല്ലാവരും ബിരിയാണി ഉണ്ടാക്കിയത്. കഴിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ഒരുപാട് വെറൈറ്റി ടേസ്റ്റ്. യെസ്, ടിപ്പിക്കൽ തലശ്ശേരി ബിരിയാണി ആയി ചെയ്ത അല്ലേ, 4 പേരും അത് തന്നെയാണ് ചെയ്തത്. പിന്നെ എന്താ പറയേണ്ടത്, ഇത് ടൈറ്റ് കോമ്പറ്റീഷന്. അപ്പോൾ ഞങ്ങൾ ഒരു കൺഫ്യൂഷനിലാണ് ആക്ച്വലി പറഞ്ഞത്. ഞങ്ങളിങ്ങനെ മാർക്കിട്ട് എന്താ ചെയ്യേണ്ടത്, ആരെ എടുക്കും എന്ന് വെച്ചാൽ ഇത് ഓരോ റൗണ്ടിൽ 2 പേരെ വെച്ചേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ബിരിയാണി ഉണ്ട്, അതിൻ്റെ മസാലയുണ്ട്, അതിൻ്റെ ഫിഷ് ഉണ്ട്, അതിൻ്റെ പ്രോൺസ് ഉണ്ട്, അതിൻ്റെ ക്രാബ് ഉണ്ട്, അതിൻ്റെ അച്ചാറുണ്ട്. അച്ചാറ്, എല്ലാം ഒരു ഐറ്റം മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാം കൂടി ചേർന്നിട്ട് കഴിക്കുന്ന ഒരു ബിരിയാണിയുടെ ഒരു ഫൈനൽ റിസൾട്ട്. പിന്നെ അതിൻ്റെ ഒരു ടൈമിങ്, നിങ്ങളുടെ ഒരു ടോട്ടലായിട്ടുള്ളൊരു എല്ലാം നോക്കും. പ്ലസ് നമുക്കിത് എന്തെങ്കിലും ഒരു വ്യത്യാസം അവിടെ ഇവിടെയൊക്കെ വേണ്ടേ, എങ്ങനെ അതിലേക്ക് എത്തും, അത്രേ ഉള്ളൂ. അപ്പോൾ ആരും ഉണ്ടാക്കിയത് മോശമായിട്ടല്ല. ഫോർ ദ സേക്ക് ഓഫ് കോമ്പറ്റീഷൻ മുന്നോട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി 2 പേർക്കേ പോകാൻ പറ്റുള്ളൂ. യെസ്. അപ്പോൾ നിങ്ങളാരും അതൊരു വിഷമമായിട്ട് എടുക്കരുത്. അടുത്ത റൗണ്ടിലേക്ക് പോകാത്ത ആൾക്കാർ കൂളായിട്ട് എടുക്കുക. ഓക്കെ, സ്പോർട്സ്മാൻ സ്പിരിറ്റ്, അത്രേ ഉള്ളൂ. ഇനിയും അവസരങ്ങളുണ്ട് അതിന് മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ അനൗൺസ് ചെയ്യട്ടെ. കൃഷ്ണനെ പറഞ്ഞോളൂ. ഷബാന ഫറൂഖ് സെലക്ടഡ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. ആൻഡ് ദ സെക്കൻഡ് നെയിം. അയ്യോ പറഞ്ഞോളൂ. ഫെമി മുനീർ. യെസ്, ഓക്കെ. പക്ഷേ മറ്റ് 2 ആൾക്കാരും അടിപൊളി തന്നെയായിരുന്നു. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങൾ കുറച്ചുകൂടി ടഫർ റൗണ്ട്സിലേക്കായിരിക്കും വന്ന് എല്ലാ റൗണ്ടിൽ നിന്നും സെലക്റ്റഡായി വരുന്ന ആൾക്കാരിലുമായിട്ടാണ് നിങ്ങൾ മത്സരിക്കുന്നത്. ഓക്കെ, ഇതും പുലികളൊക്കെ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടും നമുക്കിങ്ങനെയല്ലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ മിൽമയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ, പാട്ടും എല്ലാം കൂടി നല്ലതായിരുന്നു കേട്ടോ, രക്ഷയില്ല. ഇത് നമ്മുടെ ടൈറ്റിൽ സ്പോൺസറിൻ്റെ ബസ്മതി റൈസാണ്, ഫിറ. മിൽമാസ് ഗിഫ്റ്റ് ഹാമ്പർ ആൻഡ് ഫിറാസ് ബസ്മതി റൈസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ മത്സരം വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. എന്തായാലും മനോഹരമായ 4 റെസിപ്പീസ് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ഞങ്ങൾക്കത് കഴിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അത് ഭാഗ്യമുണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കഴിക്കണം തോന്നും. അത്രയും നല്ല റെസിപ്പീസായിരുന്നു, അതിമനോഹരമായിട്ടാണ് അവരുണ്ടാക്കിയത്.
നമ്മൾ ലക്കി പേഴ്സൺസ്. അപ്പോൾ നിങ്ങളത് വീട്ടിൽ തയ്യാറാക്കുക, എന്നിട്ട് കഴിച്ചു നോക്കുക. ഇവരുണ്ടാക്കുന്ന അത്രയും കൈപ്പുണ്യം ഉണ്ടാവണം എന്നില്ല ഒരു പക്ഷേ, എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മത്സരം അവസാനിച്ചിട്ടില്ല, ഇത് തുടരുകയാണ്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടേ ഇല്ല, പ്രിലിമിനറി റൗണ്ട്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് മറ്റൊരു ഗ്രൂപ്പിൻ്റെ പ്രിലിമിനറി റൗണ്ട്സ്, അതായത് സീ ഫുഡ് ബിരിയാണി. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ സന്തോഷം, അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബിരിയാണി ക്യൂൺ സീഫുഡ് പാർട്ണർ ഫിൻമാർട്ട് ആൻഡ് ഡെൽഫിഷ് ട്രിവാൻഡ്രം. The gift hamper sponsored by Milma. Dr. Lakshmi Nayer's Ornaments Courtesy Jewel Hut, GH Road, Statue, Trivandrum. ആഭരണം ബയാനുരാധ നായർ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.